സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാല്യുവേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വാല്യുവേഷൻ. അപ്പോൾ വാല്യുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയിലുള്ള ലാൻഡ് പ്ലസ് ബിൽഡിംഗ് അതിന്റെ ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ ഡിറ്റർമൈനിങ് ദ ഫെയർ പ്രൈസ് ഓർ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ ഫെയർ പ്രൈസ് ഓർ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രസന്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാല്യുവേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ട് എനിക്കിപ്പോൾ വിൽക്കണം. അപ്പോൾ ആ പ്ലോട്ട് വിൽക്കണമെങ്കിൽ എനിക്കിപ്പോൾ ആ പ്ലോട്ടിന് എത്ര രൂപ കിട്ടുമെന്ന് അറിയണം, പ്രസന്റ് മാർക്കറ്റ് റേറ്റ് അറിയണം. അപ്പൊ അതിന് നമ്മൾ വാല്യുവേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു 2 സ്റ്റോറീഡ് ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് എനിക്ക് റെന്റിന് കൊടുക്കണം. അപ്പൊ റെന്റിന് കൊടുക്കണമെങ്കിലും എനിക്ക് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ടാണ് അതിന്റെ ഒരു ഇപ്പൊ ആ ബിൽഡിങ്ങിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണെന്ന് വെച്ചിട്ട് അതിന്റെ ഒരു നിശ്ചിത ശതമാനമായിരിക്കും നമ്മൾ റെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോ അതെ, പേർപ്പസ് ഓഫ് വാല്യുവേഷൻ. അപ്പൊ പേർപ്പസ് ഓഫ് വാല്യുവേഷൻ അത് ഫസ്റ്റ് നമ്മൾ എന്താണ്, ബൈയിങ് ഓർ സെല്ലിംഗ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ നമ്മൾ പോകുവാണെങ്കിൽ നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. ടു ബൈ ഓർ സെൽ എ പ്രോപ്പർട്ടി, നമുക്ക് എന്താണ് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഇനി നമുക്കറിയാം, നമുക്ക് പ്രോപ്പർട്ടിക്ക് ടാക്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ആ ടാക്സ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ ബേസ് ചെയ്താണ് പ്രോപ്പർട്ടിക്ക് ടാക്സ് കൊടുക്കുന്നത്. ഇപ്പൊ യൂഷ്വലി ടാക്സസ് എന്ന് പറഞ്ഞാൽ വെൽത്ത് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് ആൻഡ് മുനിസിപ്പൽ ടാക്സസ്. ഈ ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. ഈ റെന്റ്, അപ്പോൾ റെന്റ് കൊടുക്കുന്നതും പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ ബേസിലാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെയോ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിനോ റെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണോ അതിന്റെ 6 to 10% ആണ് ആ പ്രോപ്പർട്ടിയുടെ റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂവിന്റെ 6 മുതൽ 10% എമൗണ്ട് ആണ് എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്, റെന്റ് ഫിക്സേഷൻ. ഇനി സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് പ്രോപ്പർട്ടി ലോൺ എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു വീട് വെക്കാനായിട്ട് ഹൗസിംഗ് ലോൺ എടുക്കാൻ പോവാണ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ആ പ്രോപ്പർട്ടി ആ ബാങ്കിൽ നിന്ന് ഒരു വാല്യൂവറിനെ അയക്കും. ആ വാല്യൂവർ വന്ന് നമ്മുടെ പ്ലോട്ട് നോക്കി നമ്മുടെ പ്ലോട്ടിന്റെ റേറ്റ് പറയും. നമ്മുടെ പ്ലോട്ടിന് ഇപ്പം ഉള്ള മാർക്കറ്റ് റേറ്റ് ഇത്രയാണെന്ന് പറയും. ആ മാർക്കറ്റ് റേറ്റിന് ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് ആണ് ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ ആയിട്ട് കിട്ടുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നത് കമ്പൽസറി അക്വിസിഷൻ. കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ നാഷണൽ ഹൈവേ പ്രോജക്റ്റ്, അതേ കണക്ക് ഇപ്പോ എന്താണ് പുതിയ റെയിൽവേ ലൈൻസ് ഒക്കെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, സർക്കാർ സ്ഥലങ്ങൾ ഏറ്റെടുക്കും. അപ്പൊ ആ കേസിൽ നമുക്ക് ആ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന്റെ ഉടമകൾക്ക് ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് കമ്പൽസറി അക്വിസിഷൻ. അപ്പൊ നമ്മൾ പൊന്നും വില കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കുക എന്നൊക്കെ വാർത്തകളിൽ കാണാറുണ്ട്. അപ്പൊ പൊന്നും വില എന്ന് പറയുന്നത് ആ പ്ലോട്ടിന്റെ വാല്യൂവിന്റെ എന്താണ്, ആ പ്ലോട്ടിന്റെ വാല്യൂവിന്റെ ഇരട്ടിയോ അതിലധികമോ ആയിരിക്കും നമ്മൾ പൊന്നും വില എന്നും പറഞ്ഞ് മേടിക്കുന്നത്. അതാണ് കമ്പൽസറി അക്വിസിഷൻ. കമ്പൽസറി അക്വിസിഷൻ. ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ്, ബെറ്റർമെന്റ് ചാർജസ്, സ്പെക്യുലേഷൻസ്, ഇതിനെല്ലാം വേണ്ടി നമ്മൾ പ്രോപ്പർട്ടിക്ക് വാല്യൂ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാല്യുവേഷൻ. എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ പ്രസന്റ് റേറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വാല്യുവേഷൻ. നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, അത് ചിലപ്പോൾ ഒരു സ്ഥലം മാത്രമാകാം, ചിലപ്പോൾ ആ സ്ഥലവും ഉണ്ടാവും, അതിനകത്തൊരു ബിൽഡിങ്ങും ഉണ്ടാവും. അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേംസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്, PSC എക്സാംസിന്. ഈ വാല്യുവേഷൻ 1 or 2 ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട്. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം വാല്യുവേഷനകത്തുനിന്ന്. അതിനകത്ത് മിക്കപ്പോഴും നമുക്ക് ഈ ടേംസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന ടേം ആണ് ഗ്രോസ് ഇൻകം. അപ്പൊ ഗ്രോസ് ഇൻകം. ഇനി ഇത് അടുത്ത ടേം നമ്മൾ പഠിക്കുന്നത് നെറ്റ് ഇൻകം ആണ്. ഇത് തമ്മിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. ഗ്രോസ് ഇൻകം എന്ന് വെച്ചാലും ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഇതെന്റെ വീടാണ്, ഈ വീട് ഞാൻ റെന്റിന് കൊടുക്കുവാണ്. റെന്റിന് കൊടുക്കുമ്പോൾ എനിക്ക് മാസം ഒരു 10,000 rupees ഈ വീട്ടിൽ നിന്ന് വാടകയായിട്ട് കിട്ടുവാണ്. ആ 10,000 rupees നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടിക്ക് നമുക്ക് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകം, അതിനെയാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ദ ഔട്ട് ഗോയിങ്സ്
the total income and include all receipts from various sources. അപ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ഇനി നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ അടുത്ത ടേം ആണ് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 10,000 രൂപ എല്ലാ മാസവും വാടകയിനകത്തിൽ ഈ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ബിൽഡിങ്ങിനകത്ത് കുറെ എക്സ്പെൻസസ് ഉണ്ടാവും. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ മെയിൻ്റെനൻസ് വർക്ക്. മെയിൻ്റെനൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇയർലി പെയിന്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലും പ്ലംബിങ്ങിനകത്ത് എന്തെങ്കിലും ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ ആ പ്ലംബിങ്ങിന്റെ ഡിഫക്ട്സ് ആരായിരിക്കും നോക്കേണ്ടത്? അതിന്റെ ഓണർ ആയിരിക്കും നോക്കേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ 10,000 രൂപ കിട്ടുന്ന എമൗണ്ടിൽ നിന്നാണ് ഇതിന്റെയൊക്കെ ഉള്ള ഈ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻസ് ഒക്കെ നമ്മൾ ചെലവാക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ 10,000 രൂപയിൽ നിന്ന് ഈ ബിൽഡിങ്ങിന് വേണ്ടി കുറെ എമൗണ്ട് ചെലവാക്കും. ബാക്കി സേവിങ് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് ഇൻകം, അതാണ് നെറ്റ് ഇൻകം ഓർ നെറ്റ് റെന്റ്, നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ, നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ. അപ്പോൾ നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ എന്ന് പറയുമ്പോൾ ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്. അപ്പൊ ഔട്ട് ഗോയിങ് എന്താന്ന് പറഞ്ഞു? നമ്മൾ ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട്സിന് പറയുന്ന പേരാണ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ നമ്മൾ 3 ടേംസ് പഠിച്ചു: ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം ആൻഡ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഔട്ട് ഗോയിങ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കുന്ന എമൗണ്ട്സ് ആണ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. എക്സ്പെൻസസ് വിച്ച് ആർ റിക്വയർഡ് ടു ബി ഇൻകോർഡ് ടു മെയിൻറ്റെയിൻ ദ റവന്യൂ ഓഫ് ദ ബിൽഡിംഗ്. വേരിയസ് ടൈപ്സ് ഓഫ് ഔട്ട് ഗോയിങ്സ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഒരു ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എമൗണ്ട്സിനെയാണ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. 3 ടേംസ് പഠിച്ചു: നെറ്റ് ഇൻകം, ഗ്രോസ് ഇൻകം ആൻഡ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഔട്ട് ഗോയിങ്സ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഔട്ട് ഗോയിങ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ടാക്സ്. ഇപ്പൊ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് പല പല ടാക്സസും ഉണ്ടാവും. അപ്പൊ മുനിസിപ്പൽ ടാക്സ് ഉണ്ടാവും, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബിൽഡിങ് എന്താണ്, ഒരു വലിയ ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ ലക്ഷറി ടാക്സ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ടാക്സ് ഉണ്ടാവും. ആ ടാക്സ് കൊടുക്കുന്ന ആരാണ്? ഓണർ ആണ്. അപ്പൊ അതൊരു ഔട്ട് ഗോയിങ് ആണ്. സെക്കൻഡ് വൺ റിപ്പയർ വർക്ക്. അപ്പോൾ റിപ്പയർ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഓണർ ആണ്. ഇവിടെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്: എത്ര എമൗണ്ട് നമ്മൾ റിപ്പയർ വർക്കിനായിട്ട് മാറ്റി വെക്കണം? ഒരു സെക്കൻഡ്, ഹാങ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ആണ് നമ്മൾ റിപ്പയർ വർക്കിനായിട്ട് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രോസ് ഇൻകത്തിന്നോ ഗ്രോസ് റെന്റിന്നോ 10 to 15% ഓഫ് gross income or gross rent is allowed for repairs. 10 to 15% of gross income or gross rent is allowed for repair work. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഓർത്തിരിക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ്. ഇപ്പോൾ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുത്തു കഴിയുമ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ടാവും, ഷോപ്സ്. അപ്പോൾ ആ ഷോപ്സിന്റെ റെന്റിൽ നിന്ന് കിട്ടുന്നതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഇൻകം. ഇനി ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ നമ്മൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ വെക്കും, അതേ കണക്ക് തന്നെ പാർക്കിങ്ങിന് നോക്കാനായിട്ടുള്ള ആൾക്കാരെ വെക്കും, സ്വീപ്പേഴ്സിനെ വെക്കും, ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റിന്റെ മെയിൻ്റെനൻസ് ആക്ടിവിറ്റീസിന് ആൾക്കാരെ വെക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? അതിന്റെ ഓണർ ആണ്. അപ്പൊ ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന വാടക എമൗണ്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ ബിൽഡിങ്ങിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് 5 to 10% ഓഫ് ഗ്രോസ് റെന്റ് ഓർ ഇൻകം. അപ്പോൾ 5 to 10% ഓഫ് ഗ്രോസ് റെന്റ് ഓർ ഗ്രോസ് ഇൻകം ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ്. ഈ പെർസെൻറ്റേജ് ഓർത്തിരിക്കണം, ഇത് എക്സാമിന് ചോദിക്കും. 5 to 10%. അപ്പൊ നമുക്ക് ഇപ്പം കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നാളെ ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പെർസെൻറ്റേജ് 5 to 10 ആണോ 10 to 20 ആണോ എന്നൊക്കെ ഒരു സംശയം വരാം. അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചിരുന്നു, എന്നിട്ട് കുറെ പെർസെൻറ്റേജിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഏതാന്ന് ഓർക്കുന്നുണ്ടോ ഇന്നലത്തെ ക്ലാസ്സിൽ? കണ്ടിൻജൻസീസ്, വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്, ടൂൾസ് ആൻഡ് പ്ലാൻസ് എന്നും പറഞ്ഞ് ഇന്നലെ നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ നമ്മൾ ഒരു പെർസെൻറ്റേജ് കാര്യങ്ങൾ പറഞ്ഞു. കണ്ടിൻജൻസീസ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ കണ്ടിൻജൻസീസ് ആയിട്ട് എടുക്കുന്നത്. ഓർക്കുന്നുണ്ടോ? കണ്ടിൻജൻസീസ്. സോ കണ്ടിൻജൻസീസ് എടുക്കുന്നത്
3 to 5% of estimated cost. അപ്പോൾ കണ്ടിൻജൻസീസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ 3 to 5% ആണ് കണ്ടിൻജൻസീസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട എമൗണ്ട്. ഇനി വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് എത്രയായിരുന്നു? 1.5 to 2% of estimated cost. 1.5 to 2% of estimated cost. പിന്നെ നമ്മൾ പഠിച്ചത് ടൂൾസ് ആൻഡ് പ്ലാൻസ് ആയിരുന്നു. ടൂൾസ് ആൻഡ് പ്ലാൻസ് 1 to 1.5% of estimated cost. Tools and plans 1 to 1.5% of estimated cost. Work charge establishment എന്ന് പറയുന്നത് 1.5 to 2%. Contingencies 3 to 5%. ഇനി നമ്മളിവിടെ വാല്യുവേഷനകത്ത് വന്നപ്പോൾ റിപ്പയർ എത്ര എടുക്കണ്ടേ? ഗ്രോസ് ഇൻകത്തിൽ നിന്നും അല്ലെങ്കിൽ ഗ്രോസ് റെന്റിൽ നിന്നും. എക്സാമിന് എവിടെ തെറ്റാൻ പോകുന്നത് നോക്കിക്കോ. നമുക്ക് ഓപ്ഷനകത്ത് 10 to 15% of ഗ്രോസ് ഇൻകം എന്നും തരും, 10 to 15% of നെറ്റ് ഇൻകം എന്നും തരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, നെറ്റ് ഇൻകം ആണോ ഗ്രോസ് ഇൻകം ആണോ എന്ന്. അപ്പൊ ഓർത്തിരിക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ രണ്ടും എന്തിനകത്തു നിന്നാണ്? ഗ്രോസ് ഇൻകത്തിന്റെ പെർസെന്റേജ് ആണ് പറയുന്നത്. റിപ്പയർ 10 to 15% of ഗ്രോസ് ഇൻകം, മാനേജ്മെന്റ് കളക്ഷൻ ചാർജസ് 5 to 10% of ഗ്രോസ് ഇൻകം. ഇനി സിങ്കിങ് ഫണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു 20 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. സിങ്കിങ് ഫണ്ട് പറയുമ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ഈ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത് എത്ര വർഷമാണ്? സേ ഒരു 20 വർഷമാണ് ഈ ബിൽഡിങ്ങിന്റെ ലൈഫ്. 20 വർഷം കഴിയുമ്പോൾ ഈ ബിൽഡിംഗ് നമ്മൾ ഡിമോളിഷ് ചെയ്ത് കളയാൻ പോവാണ്. അപ്പോൾ ഏതൊരു സിവിൽ സ്ട്രക്ചർ എടുത്താലും ആ ഒരു സിവിൽ സ്ട്രക്ചറിന് ഒരു ലൈഫ് പറയുന്നുണ്ടോ? അപ്പൊ ആ ലൈഫ് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ശരിക്കുള്ള റൂൾ. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറെ വർഷം അതൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഒരു ബിൽഡിംഗ് ഇപ്പൊ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ വർഷമാണ്, ഇപ്പൊ 2021 ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്, 20 ലക്ഷം രൂപയായി. 20 വർഷമാണ് അതിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 20 വർഷമാണ് ഈ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 20 വർഷം കഴിയുമ്പോൾ ഈ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കി 20 ലക്ഷം രൂപയും എന്റെ കയ്യിൽ ഉണ്ടാകണം. അതിനുവേണ്ടി ഞാൻ ഓരോ വർഷവും കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും. ആ മാറ്റി വെക്കുന്ന എമൗണ്ടിന് പറയുന്നതാണ് സിങ്കിങ് fund. Sinking fund. A certain amount of gross income or gross rent is set aside annually as sinking fund to accumulate the total cost of construction when the life of building is over. Life of building is over. അപ്പോൾ നമ്മൾ ഓരോ വർഷവും നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും, such that at the ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകും. അതിനെയാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി മിസലേനിയസ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ റണ്ണിങ് ലിഫ്റ്റ്, പമ്പ് ഫോർ ലൈറ്റിംഗ് കോമൺ പ്ലേസസ് ആൻഡ് സിമിലർ അതർ ചാർജസ്, അതൊക്കെ ഓണർ ആണ് എടുക്കുന്നത്. അതിനാണ് മിസലേനിയസ് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട് ഗോയിങ്സ് ആണ്. ഔട്ട് ഗോയിങ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ ആ ഓണർ എന്തൊക്കെ എക്സ്പെൻസസ് ആണോ കൊടുക്കുന്നത്, ആ എക്സ്പെൻഡിച്ചേഴ്സ് ആണ് നമ്മൾ ഔട്ട് ഗോയിങ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ടാക്സ്, സെക്കൻഡ് വൺ റിപ്പയർ. അപ്പോൾ റിപ്പയർ പഠിക്കുമ്പോൾ ഈ പെർസെന്റേജ് ഓർത്തിരിക്കണം. റിപ്പയർ വർക്ക് ഈസ് ടേക്കൺ as 10 to 15% of gross income or gross rent. 10 to 15% of gross income or gross rent. Management and collection charges 5 to 10% of gross income or gross rent. 5 to 10% of gross income or gross rent. ഇനി സിങ്കിങ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ബാക്കി വെക്കും. അറ്റ് ദ എൻഡ് ഓഫ് ദ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് എത്രയാണോ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. അതാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ്? കുറെ മിസലേനിയസ് ഐറ്റംസ്, നമ്മുടെ ലിഫ്റ്റ് ടെക്നീഷ്യൻസ്, പമ്പ് ഓപ്പറേറ്റേഴ്സ്, അവർക്ക് വേണ്ട ചെലവെല്ലാം ആരാണ് കൊടുക്കുന്നത്? ആ ബിൽഡിങ്ങിന്റെ ഓണർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം, ഔട്ട് ഗോയിങ്സ്. ഈ ഔട്ട് ഗോയിങ്സിനകത്ത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട് ഗോയിങ്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്ക്രാപ്പ് വാല്യൂ. നമ്മൾ എപ്പോഴും പറയുന്ന സാധനം തന്നെ സ്ക്രാപ്പ് വാല്യൂ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ബിൽഡിങ് 20 വർഷത്തേക്ക് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ 20 വർഷമാണ് ആ ലൈഫ്. ആ ലൈഫ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആ ബിൽഡിങ് ഡിമോളിഷ് ചെയ്യും. അപ്പോൾ ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിനകത്തുള്ള ചില സാധനങ്ങൾ റീയൂസ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഡോർ ഫ്രെയിം, വിൻഡോ ഫ്രെയിം, വുഡൻ, നല്ല വുഡ് കൊണ്ട് ചെയ്ത വുഡൻ ഫ്രെയിമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനൊക്കെ ഇപ്പോ ഓടുകള്, അതൊക്കെ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ
അങ്ങനെ വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും എന്താണ് ഒരു സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിൽക്കാൻ പറ്റും. ആ വാല്യൂ ആണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ഡിസ്മാന്റിൽഡ് മെറ്റീരിയൽസ്. ഒരു ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിഞ്ഞ് ബിൽഡിംഗ് പൊളിച്ചു കളയുമ്പോൾ ആ പൊളിച്ച മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ, അതാണ് സ്ക്രാപ്പ് വാല്യൂ. ദ വാല്യൂ ഓഫ് ഡിസ്മാന്റിൽഡ് മെറ്റീരിയൽസ്. വാല്യൂ ഓഫ് ഡിസ്മാന്റിൽഡ് മെറ്റീരിയൽസ്. ഇനി ആ എത്ര ശതമാനമാണ് ഒരു ബിൽഡിങ്ങിന്റെ സ്ക്രാപ്പ് വാല്യൂ വരുന്നത് നോക്കിക്കോ. 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇത് എക്സാമിന് ചോദിക്കുന്നുണ്ട്. 10% of scrap value of a building is 10% of its total cost of construction. ബിൽഡിങ്ങിന്റെ കോസ്റ്റിന്റെ 10% നമുക്ക് മിക്കപ്പോഴും എന്തായിട്ട് കിട്ടും, അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടും. ഓക്കെ, അത് ഓർത്തിരുന്നോണം. സ്ക്രാപ്പ് വാല്യൂ 10% ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇനി നെക്സ്റ്റ് ആണ് സാൽവേജ് വാല്യൂ. ഈ സ്ക്രാപ്പ് വാല്യൂ സാൽവേജ് വാല്യൂ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ ബിൽഡിംഗ് പൊളിക്കത്തില്ല, അങ്ങനെ പൊളിക്കാതെ തന്നെ അതിനുള്ളൊരു വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്. അപ്പോൾ ഈ വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് എന്നാണുള്ളതെങ്കിൽ നമ്മൾ ഓപ്ഷനകത്ത് സാൽവേജ് വാല്യൂ വേണം മാർക്ക് ചെയ്യാനായിട്ട്. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസിന്റെ ആണ്. വാല്യൂ ഓഫ് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ്. ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ്. സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്. എന്താണ് ഡിസ്മാൻഡിൽ ചെയ്യാതുള്ള വാല്യൂ ആണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്, വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ്. ഇനി ഈ സ്ക്രാപ്പ് വാല്യൂ സാൽവേജ് വാല്യൂ നമുക്ക് പറഞ്ഞു, സ്ക്രാപ്പ് വാല്യൂ നമുക്ക് 10% ഓഫ് ഇറ്റ്സ് ബിൽഡിംഗ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇനി ഇത് നെഗറ്റീവ് വരാനൊരു സാധ്യതയുണ്ട്. നെഗറ്റീവ് വരാനുള്ള സാധ്യത വെച്ചാൽ ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ ലൈഫ് എടുക്കുവാണ്. കോൺക്രീറ്റിന്റെ ലൈഫ് കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് നമുക്ക് ഡിമോളിഷ് ചെയ്ത് കളയുവാണ്. അപ്പൊ ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് പിന്നൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഡിമോളിഷ് ചെയ്ത് കളയാനുള്ള കോസ്റ്റ് വരെ ആരുടെ നിന്ന് പോകും, ഓണറുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒരു കേസിലാണ് സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് ആവുന്നത്. അതും കൂടെ ഓർത്തിരുന്നോണം, അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് എൻ RCC സ്ട്രക്ചർ will be negative. Scrap value of a RCC structure will be negative. അപ്പോൾ RCC സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് വരുന്ന കേസ് അതാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് വരുന്നത് RCC സ്ട്രക്ചർ എടുക്കുമ്പോഴാണ് സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസ് പറഞ്ഞു, സാൽവേജ് വാല്യൂ ആൻഡ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ്, സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽസ്. ഈ സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് വരുന്ന കേസ് ഏതാണെന്ന് വെച്ചാൽ RCC സ്ട്രക്ചറിന്റെ സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്ന ടേം ആണ് മാർക്കറ്റ് വാല്യൂ. അപ്പൊ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പോ വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ. ആ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. മാർക്കറ്റ് വാല്യൂ എന്തായാലും ആ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇപ്പൊ നമുക്ക് ലാൻഡിന്റെ കോസ്റ്റ്, ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് വാല്യൂ കുറവാണ്. ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ നമുക്ക് സ്ഥലങ്ങൾക്കൊക്കെ വില കുറവാണ് ഈ ഒരു സമയത്ത്. അപ്പൊ എന്താണ്, മാർക്കറ്റ് വാല്യൂ ആ ഒരു പെർട്ടിക്കുലർ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ, the amount shown in account book after allowing necessary depreciation ആണ് ബുക്ക് വാല്യൂ. അക്കൗണ്ട് ബുക്കിൽ കാണിക്കുന്ന വാല്യൂ ആണ് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് ബുക്ക് വാല്യൂ. ഇനി ആഫ്റ്റർ അലൗവിങ് നെസസറി ഡിപ്രീസിയേഷൻ, ഈ ടേം ഓർത്തിരിക്കണം. ഇത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷൻ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ 2015 നമ്മളൊരു കെട്ടിടം കെട്ടി, പോട്ടെ നമ്മളൊരു വീട് വെച്ചു. 2015 കെട്ടിയ വീട് നമ്മൾ 2022 അത് വിൽക്കാൻ പോകുവാണ്. അപ്പൊ 2015 നമുക്കൊരു 35 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ വീട് വെച്ചത്. ആ 35 ലക്ഷം രൂപയും 2022 ആ വീട് വിറ്റ് നമുക്ക് കിട്ടുമോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ബിൽഡിംഗ് വീണ്ടും വിൽക്കാൻ പോകുമ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ആ കോസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമോ? ആ കോസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ നിങ്ങളൊരു വീട് വെച്ച്, ഇപ്പൊ ഈ വർഷം തന്നെ നിങ്ങളൊരു വീട് വെച്ചു, 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ആ വീട് വിൽക്കാനായിട്ട് പോകുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? നിങ്ങൾക്ക്
നമ്മൾ വീട് വെച്ച് അത്രയും കോസ്റ്റ് എന്താണ് വീട് വെക്കാൻ ചെലവാക്കി അത്രയും എമൗണ്ട് 2 വർഷം കഴിയുമ്പോൾ കിട്ടത്തില്ല. ബിക്കോസ് എന്താണ് ബിൽഡിങ്ങിന്റെ ഏജ് കൂടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് വരും. പ്ലംബിങ്ങിനകത്ത് ചിലപ്പോൾ മെയിൻ്റനൻസ് വർക്ക് വരും, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിനകത്ത് മെയിൻ്റനൻസ് വർക്ക് വരും, ചിലപ്പോൾ പ്ലാസ്റ്ററിങ്ങിനകത്തൊക്കെ ചില എന്താണ് ക്രാക്സ് ഉണ്ടാകും, ചിലപ്പോൾ പെയിന്റിംഗ് ഒക്കെ ഫെയ്ഡ് ആയി പോവും. അപ്പോൾ അതാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഒരു പ്രോപ്പർട്ടി അല്ല, ഡിപ്രീസിയേഷൻ വരുന്നത് എപ്പോഴും ബിൽഡിങ്ങിനായിരിക്കും. ഏജ് കൂടുന്നതനുസരിച്ച് ബിൽഡിങ്ങിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ. അപ്പോൾ ബുക്ക് വാല്യൂ ഇത്രയേ ഉള്ളൂ. The amount shown in account book after allowing necessary depreciation. The book value of a property at a particular year is the original cost minus the amount of depreciation up to previous year. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കി, അത് 2015 നമ്മളെ വീട് വെച്ചത്. 2022 നമ്മൾ ആ വീട് വിൽക്കാൻ പോവാണ്. അപ്പൊ എന്താണ്, ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പൊ 2022 വീട് വിൽക്കാൻ പോകുമ്പോൾ ഡിപ്രീസിയേഷൻ അപ് ടു 2021 ആണ് നമ്മൾ എടുക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി നെക്സ്റ്റ് റേറ്റബിൾ വാല്യൂ. റേറ്റബിൾ വാല്യൂ എന്ന് വെച്ചാൽ net annual value of a property, annual value of a property which is obtained after deducting the amount of yearly repairs from the gross income. So net annual value of a property which is obtained after deducting the amount of yearly repairs from the gross income. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് അസസ്ഡ് വാല്യൂ. സോ അസസ്ഡ് വാല്യൂ എന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി റെക്കോർഡഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റി രജിസ്റ്ററിൽ നമ്മുടെ പ്ലോട്ടിന് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ് അസസ്ഡ് വാല്യൂ ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ മുനിസിപ്പൽ ടാക്സസ്. അപ്പോൾ അതാണ് അസസ്ഡ് വാല്യൂ. വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി റെക്കോർഡഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് എ മുനിസിപ്പാലിറ്റി ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് മുനിസിപ്പൽ ടാക്സസ് is known as assessed value of the property. ഇനി നെക്സ്റ്റ് ടേം ആണ് distressed value or forced sale value. distressed value or forced sale value. അപ്പോൾ ഇത്രയേ ഉള്ളൂ. The property is sold at a lower price than market value. The property is sold at a lower price than market value is known as distressed value or forced sale value. ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ഈ ഡിസ്ട്രസ് വാല്യൂവിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിന്റെ ഒറിജിനൽ വാല്യൂന്ന് കുറച്ചൊരു വാല്യൂവിൽ വിൽക്കാൻ പോകുന്നത്? അപ്പൊ അതിനകത്ത് ഒരു കേസാണ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ സെല്ലർ. പിന്നെ കോർട്ട് ഡിഗ്രി, എന്തെങ്കിലും കേസിൽ പെട്ട് കിടക്കുന്ന വസ്തുവാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് വിറ്റ് പോകാനായിട്ട് വിചാരിക്കുള്ളൂ. ഈ തേർഡ് വൺ ആണ് ഇൻസഫിഷ്യന്റ് നോളജ് ഓഫ് ദ സെല്ലർ. അതിന്റെ ഓണർക്ക് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണെന്ന് അറിയത്തില്ല, അതാണ് ഇൻസഫിഷ്യന്റ് നോളജ് ഓഫ് ദ സെല്ലർ. നെക്സ്റ്റ് quarrel among partners. Fifth one, panic due to war or riots or civil commotion. Next one ആണ് റീപ്ലേസ്മെന്റ് വാല്യൂ. അപ്പോൾ റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് വെച്ചാൽ പ്രസന്റ് വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി തന്നെയാണ് റീപ്ലേസ്മെന്റ് വാല്യൂ. ഇപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ്, നമുക്ക് കുറച്ച് പൈസ കിട്ടും, ആ പൈസക്ക് നമ്മൾ ആ പ്രോപ്പർട്ടി വിൽക്കുവാണ്. അതിനെയാണ് റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത്. റീപ്ലേസ്മെന്റ് വാല്യൂ. നെക്സ്റ്റ് പറയുന്നതാണ് പൊട്ടൻഷ്യൽ വാല്യൂ. Potential value important ആണ്. അതാ നോക്കിയേ, when a property is capable of fetching more return due to its alternative use or advantageous planning or providing some development work, such inherent value of a property is known as potential value. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടീന് നമുക്ക് എന്താണ് ഒരു മാസം കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് 20,000 rupees ആണ് ഒരു മാസം കിട്ടുന്ന റവന്യൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂ, അല്ലെങ്കിൽ 20,000 രൂപ റവന്യൂവിന് വേണ്ടിയാണ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തത്. പക്ഷെ ചില അഡീഷണൽ എന്താണ്, നമ്മൾ കുറച്ച് ഡെവലപ്മെന്റ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 20,000 രൂപ എന്നുള്ളത് നമുക്കൊരു 35,000 rupees നമുക്ക് ഓരോ മാസവും അവിടെ നിന്ന് എന്ത് കിട്ടി, ഒരു റവന്യൂ ആയിട്ട് കിട്ടി തുടങ്ങി. അപ്പൊ അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. മോർ റിട്ടേൺ ഡ്യൂ ടു ഇറ്റ്സ് ഓൾട്ടർനേറ്റീവ് യൂസ് or by advantageous planning or providing some development work is known as potential value of the property. Potential value.
ഈ നെക്സ്റ്റ് പറയുന്നത് മൊണോപ്പൊളി വാല്യൂ. സോ അതിന്റെ ഓണർ പറയുന്ന ഒരു ഫാൻസി പ്രൈസ് ആണ് മൊണോപ്പൊളി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഒരു പ്ലോട്ട്, അല്ലെങ്കിൽ എന്താ സ്കൂളിന്റെ കോളേജിന്റെ ഒക്കെ അടുത്തുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ ആ പ്ലോട്ടിന് എപ്പോഴും എന്തായിരിക്കും, കുറച്ച് വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ അതിനെയാണ് മൊണോപ്പൊളി വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലോട്ടിന്റെ ലൊക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു വലിയ ഏരിയയിൽ, ഇപ്പോ എന്താ പറയാ എറണാകുളം സിറ്റിയിൽ തന്നെ എന്താണ് ഒരു ചെറിയ ഏരിയ മാത്രമേ നമുക്ക് ഇനി ഉള്ളൂ. അപ്പൊ അതിനെന്തായിരിക്കും, അതൊക്കെ ഒരു ഫാൻസി പ്രൈസ് ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് മൊണോപ്പൊളി വാല്യൂ. ആ പ്രോപ്പർട്ടിയുടെ ഒറിജിനൽ വാല്യൂ അല്ല, അതിൽ കൂടുതലായിട്ടുള്ള ഒരു വാല്യൂ, അതാണ് നമ്മൾ മൊണോപ്പൊളി വാല്യൂ എന്ന് പറയുന്നത്. മൊണോപ്പൊളി വാല്യൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് സെന്റിമെന്റൽ വാല്യൂ. സെന്റിമെന്റൽ വാല്യൂ, the property is sold or purchased at a higher value than market rate. The property is purchased at a higher value than market rate is known as sentimental value. Original value in higher value ലാണ് ഒരാൾ ആ പ്ലോട്ട് വാങ്ങിയത്, അതാണ് സെന്റിമെന്റൽ വാല്യൂ. അപ്പോ എന്താണ് എന്തെങ്കിലും എന്താണ് ഓണറിനോടുള്ള സെന്റിമെന്റ്സ് വെച്ചിട്ടായിരിക്കാം അദ്ദേഹം ആ പ്ലോട്ട് കുറെ കൂടി വലിയൊരു എമൗണ്ടിന് വാങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെന്റിമെന്റൽ വാല്യൂ എന്ന് പറയുന്നത്. സെന്റിമെന്റൽ വാല്യൂ. ഇനി സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തു. അപ്പോൾ ഈ നാഷണൽ ഹൈവേ പ്രോജക്റ്റ്, നമുക്കറിയാം നാഷണൽ ഹൈവേ പ്രോജക്റ്റ് ഒക്കെ കൂടുതലും കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ബൈപ്പാസുകൾ കൂടുതലും കടന്നു പോകുന്നത് എന്താണ് ജനസാന്ദ്രത കുറഞ്ഞ റീജിയൻസ് നോക്കിയിട്ടാണ്. അതിലേക്കൂടാണ് നമ്മൾ മാപ്പ് എന്താണ് ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ആ റോഡിന്റെ മാപ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ആൾപ്പാർപ്പ് കുറഞ്ഞ ഏരിയ, അല്ലെങ്കിൽ ഒത്തിരി എന്താണ് ഡെവലപ്മെന്റ് വളരെ കുറഞ്ഞ ഒരു ഏരിയയിൽ കൂടെ ആയിരിക്കും മിക്കപ്പോഴും ഈ ബൈപ്പാസ് റോഡുകളൊക്കെ പോകുന്നത്. അപ്പൊ അവിടുത്തെ ലാൻഡിന്റെ കോസ്റ്റ് എന്താണ് കുറവായിരിക്കും കമ്പയറിംഗ് ടു ദാറ്റ് ഇൻ ടൗൺ റീജിയൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ റൂട്ടിനടുത്തുള്ള ഈ പ്രപ്പോസ്ഡ് പ്രോജക്റ്റിനടുത്തുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിടും. അപ്പോൾ എന്താണ് പ്രോജക്റ്റ് വന്നിട്ടില്ല, പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സജഷൻ മാത്രമേ പറയുന്നുള്ളൂ, പക്ഷെ പ്രോജക്റ്റ് തുടങ്ങുന്ന ഏകദേശം ഉറപ്പാണ്. അപ്പൊ ആ സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ പ്രോജക്റ്റ് കടന്നു പോകുന്ന സ്ഥലങ്ങൾ, കടന്നു പോകുന്ന ആ ഏരിയയിലുള്ള കുറെ പ്ലോട്ടുകൾ എന്താണ് അപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് വാങ്ങിയിടും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പെക്യുലേറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഈ വാങ്ങിയിടുന്ന പ്ലോട്ടുകളിനകത്ത് ആ വാങ്ങിച്ച ആൾക്കാർ ഡെവലപ്മെന്റ്സ് നടത്തില്ല. ഈ പ്രോജക്റ്റ് വന്നതിന് ശേഷം എന്താണ് ഈ പ്ലോട്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് കൂടിയ ഒരു വിലയ്ക്ക് ആ പ്ലോട്ട് വേറൊരാൾക്ക് മറിച്ചു വെക്കും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് സ്പെക്യുലേറ്റേഴ്സ്. അപ്പോൾ സ്പെക്യുലേറ്റേഴ്സ് പർച്ചേസ് സച്ച് പ്രോപ്പർട്ടീസ് അറ്റ് എ ലോവർ പ്രൈസ് ആസ് ഫാർ ആസ് പോസിബിൾ നോൺ ആസ് സ്പെക്യുലേറ്റീവ് വാല്യൂ. സ്പെക്യുലേറ്റീവ് വാല്യൂ. അപ്പോൾ സ്പെക്യുലേറ്റീവ് വാല്യൂ ക്ലിയർ ആണോ? സ്പെക്യുലേറ്റീവ് വാല്യൂ, സെന്റിമെന്റൽ വാല്യൂ, മോണോപ്പൊളി വാല്യൂ, പൊട്ടൻഷ്യൽ വാല്യൂ, റീപ്ലേസ്മെന്റ് വാല്യൂ, ഡിസ്ട്രസ് വാല്യൂ, അസസ്ഡ് വാല്യൂ, റേറ്റബിൾ വാല്യൂ, ബുക്ക് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, സാൽവേജ് വാല്യൂ ആൻഡ് സ്ക്രാപ്പ് വാല്യൂ. ഇത്രയും പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്ക്രാപ്പ്, സാൽവേജ്, മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ, റേറ്റബിൾ വാല്യൂ, assessed value, distress value, replacement value, potential value, monopoly value, sentimental value and speculative values. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല സർ, ഓക്കെ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ടേമാണ് അക്കോമഡേഷൻ വാല്യൂ. അപ്പൊ അക്കോമഡേഷൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതൊരു സിറ്റിയാണ്. സിറ്റി ഇപ്പോൾ സിറ്റി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെയുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്ലോട്ടുകളും യൂസ് ചെയ്ത് ബിൽഡിംഗ് കൺസ്ട്രക്ട്, റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനും അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്തു. ഇനി ഇതിനടുത്ത് തന്നെ നമുക്കൊരു വയലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബാരൻ ലാൻഡ്, വയൽ നമുക്ക് എക്സാമ്പിൾ എടുക്കാം, ഒരു ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഈ സിറ്റി കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഈ സിറ്റിയിൽ ഇനി ഒട്ടും സ്ഥലമില്ല, ഒരു സെന്റ് പോലും എടുക്കാനില്ല, എല്ലാം യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ ഇതെന്താണ്, ഇതൊരു ഫീൽഡാണ്, നമ്മൾ
കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ്. പക്ഷെ ഇപ്പൊ പ്രസന്റിൽ അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നില്ല. ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്ലോട്ട് അല്ലെങ്കിൽ ഈ ഫീൽഡ് എന്താണ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടങ്ങൾ കെട്ടാനോ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് അക്കോമഡേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പ്ലോട്ടുകൾക്ക് പ്രൈസ് എന്താണ്? ഇറ്റ് വിൽ ബി മോർ ദാൻ മാർക്കറ്റ് വാല്യൂ ഫോർ ഓർഡിനറി ലാൻഡ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് അക്കോമഡേഷൻ വാല്യൂ. അക്കോമഡേഷൻ വാല്യൂ ക്ലിയർ ആണോ? അക്കോമഡേഷൻ വാല്യൂ. ഓക്കെ. Next, revisionary value. Revisionary value. So revision means right in possession for the property at the end of the term guaranteed to the tenant or lessee. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് ചില പ്ലോട്ടുകൾ ലീസിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ലീസിന് കൊടുക്കുന്ന പ്ലോട്ടുകൾ എന്തായിരിക്കും? ഒരു നിശ്ചിത വർഷത്തേക്കായിരിക്കും ലീസിന് കൊടുക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. റിവിഷൻ മീൻസ് റൈറ്റ് ഇൻ പൊസഷൻ ഫോർ ദ പ്രോപ്പർട്ടി അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം ഗ്യാരണ്ടഡ് ടു ദ ടെനന്റ് ഓർ ലെസി. Present value of an amount deferred for a certain period at a fixed rate of interest is known as revisionary value. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ഫീൽഡ് ഉണ്ട്. ഈ ഫീൽഡ് ഞാൻ ലീസിന് കൊടുക്കുവാണ്. അപ്പൊ ലീസിന് കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ പ്ലോട്ടിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈ പ്ലോട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 lakh rupees ആണ്. ഈ പ്ലോട്ടിന്റെ വാല്യൂ എന്ന് വിചാരിക്കാം എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഈ 2 lakh rupees-ന്ന് അതിന്റെ ഒരു നിശ്ചിത ശതമാനമായിരിക്കും എന്ത് കൊടുക്കുന്നത്? നിശ്ചിത ശതമാനം എമൗണ്ടിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് ലീസിന് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10,000 rupees per month ആയിരിക്കും ഇവര് നമുക്ക് എന്താണ് ലീസ് ആയിട്ട് തരേണ്ട എമൗണ്ട്. അതൊരു ഫിക്സഡ് പീരീഡിലേക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഫിക്സ് ചെയ്യുന്ന ആ ലീസ് ഡോക്യുമെന്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തൊരു വാടക എമൗണ്ട് എന്ന് പറയാമല്ലോ, അതാണ് റിവിഷൻ വാല്യൂ. നമ്മുടെ പ്ലോട്ടിന് അവർ തടയുന്ന വാടകയാണ് റിവിഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒക്കുപേഷൻ വാല്യൂ. ഇപ്പോൾ ഒരാൾ ഒരു പ്ലോട്ട് വാങ്ങുവാണ്. ആ പ്ലോട്ട് വാങ്ങുന്നത് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളതാണ് ഒക്കുപേഷൻ വാല്യൂ. When the purchaser attracted to own the property for occupying for their personal use. ഒരാൾ ഒരു പ്ലോട്ട് വാങ്ങുന്നത് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയാണ്. അതിനെയാണ് ഒക്കുപേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഒക്കുപേഷൻ വാല്യൂ. ഇനി നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്, ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയും ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. അപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അതിന്റെ ഓണറാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും, ആ ഓണറിന്റെ കയ്യിലാണ് ആ പ്രോപ്പർട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം. ആ ഓണറാണ് അത് ആ പ്രോപ്പർട്ടിയുടെ എല്ലാ അധികാരങ്ങളും അദ്ദേഹത്തിനാണുള്ളത്. അതാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. ഇപ്പൊ എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി അതിനകത്ത് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും ബിൽഡിംഗ് കെട്ടാനോ ആ പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കാനോ അപ്പൊ ആ പ്രോപ്പർട്ടിയുടെ ഫുൾ അധികാരം ഉള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടിയാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഈ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്രോപ്പർട്ടി ഒരാൾക്ക് ലീസിന് കൊടുക്കുവാണ്. അപ്പൊ ലീസിന് കൊടുക്കുന്നത് ചിലപ്പോൾ അവിടെ എന്താണ് എന്തെങ്കിലും കൾട്ടിവേഷൻ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ലീസിന് കൊടുക്കുന്നത്. ആ ലീസിന് കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. ഈ ടേംസ് ഓർത്തിരിക്കണം. ദ പേഴ്സൺ ഹു ടേക്സ് ലീസ് ഈസ് നോൺ ആസ് lessee or leaseholder. The person who takes the lease is known as lessee or leaseholder. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. The person who takes the lease is known as lessee or leaseholder, and the owner who grants the lease is known as lessor. L-E-S-S-O-R. The owner who grants the lease is known as lessor. The owner who grants the lease is known as lessor. ഈ രണ്ട് പേരുകളും ഓർത്തിരുന്നോണം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് PSC പരീക്ഷയ്ക്ക്. The person who takes the lease is known as lessee or leaseholder. The owner who grants the lease is known as lessor. Leasehold property. നമ്മൾ ലീസിന് കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ അതിന്റെ ഓണർ ആണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുക. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിക്കകത്ത് എന്ത് ചെയ്യാനുള്ള അധികാരവും എനിക്ക് തന്നെയാണ്. അപ്പൊ ആ പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. ഇനി നമ്മൾ ബിൽഡിംഗ് ലീസ്. ബിൽഡിംഗ് ലീസ് എന്താന്ന് നോക്കാം. ബിൽഡിംഗ് ലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 30 സെന്റ് ലാൻഡ് ഉണ്ട്, 30 സെന്റ് ലാൻഡ് ഉണ്ട്. ആ ലാൻഡിൽ വേറെ ഒന്നുമില്ല. ഈ ലാൻഡ് ഞാൻ ഒരാൾക്ക് ലീസിന് കൊടുക്കുവാണ്. അപ്പോൾ ആ ലീസിന് എടുത്ത ആള് ഈ 30 സെന്റ് ലാൻഡിൽ ഒരു ബിൽഡിംഗ് കെട്ടി. നമുക്ക് ഒരു എക്സാമ്പിൾ ഒരു കാർ ഷോറൂം കെട്ടി എന്ന് വിചാരിക്കുക.
ആ കാർ ഷോറൂം കെട്ടാനും എന്താണ് ആ കാർ ഷോറൂം നടത്തുന്നതൊക്കെ ആ ലീസിന് എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ലീസിനാണ് ബിൽഡിംഗ് ലീസ് എന്ന് പറയുന്നത്. ആ ഓണർ എന്താണ് ലാൻഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ ലാൻഡിൽ അത് കെട്ടിടം കെട്ടുന്നതും ആ കെട്ടിടത്തിന്റെ ഫംഗ്ഷനിങ്, ഇപ്പൊ അതൊരു എന്താ ഞാൻ പറയും ഒരു കാറിന്റെ ഷോറൂം ആണെങ്കിൽ ആ ഷോറൂം നടത്തുന്നതൊക്കെ ആ ലീസിന് എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലോട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലീസിനെയാണ് ബിൽഡിംഗ് ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലീസിന് എടുക്കുന്ന ആൾക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും. ഒരുപാട് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് കെട്ടുന്ന എക്സ്പെൻസ് വരും. അപ്പൊ അതിനകത്ത് എന്താണ് ആ ഒരു ഷോറൂം നടത്തിക്കൊണ്ടു പോകാനുള്ള ചെലവ് വരും. അത് കണക്ക് തന്നെ ലീസിന് എന്താണ് എല്ലാ മാസവും ലീസ് കൊടുക്കേണ്ടി വരും, എന്താണ് ഒരു വാടക എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ലീസ് ബിൽഡിംഗ് ലീസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് കൂടുതൽ വർഷത്തേക്കായിരിക്കും നമ്മൾ ലീസിന് എടുക്കുന്നത്. അപ്പോൾ 99 to 999 ഇയേഴ്സ്. അപ്പൊ ബിൽഡിംഗ് ലീസ് ആണെങ്കിൽ അത് നമുക്ക് ചെറിയ വർഷത്തേക്കായിരിക്കില്ല, വലിയൊരു ടേമിലേക്കായിരിക്കും നമ്മൾ ബിൽഡിംഗ് ലീസ് എടുക്കുന്നത്. ഈ പെട്രോൾ പമ്പ് ഒക്കെ ചിലപ്പോൾ ഇങ്ങനെയാണ്, ബിൽഡിംഗ് ലീസിനാണ് എടുക്കുന്നത്. അവർ ആ വസ്തു വാങ്ങത്തില്ല, പകരം ലീസിനായിരിക്കും എടുക്കുന്നത്, ലീസ് ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഈ നെക്സ്റ്റ് വൺ ആണ് ഒക്കുപേഷൻ ലീസ്. അപ്പൊ ഒക്കുപേഷൻ ലീസ് എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ. അപ്പോ എൻ്റെ കയ്യിലൊരു പ്ലോട്ട്, ആ പ്ലോട്ടിനകത്തൊരു ബിൽഡിംഗ്, ഈ ബിൽഡിംഗ് മാത്രമേ ഞാൻ ലീസിന് കൊടുക്കുന്നുള്ളൂ. ഈ ബിൽഡിംഗ് മാത്രം പുറത്തൊരാൾക്ക് ലീസിന് കൊടുക്കുവാണ്. അതാണ് ഒക്കുപേഷൻ ലീസ് എന്ന് പറയുന്നത്. ഒക്കുപേഷൻ ലീസ്. ഇനി നെക്സ്റ്റ് പറയുന്ന ടേം ആണ് അന്യൂട്ടി. അന്യൂട്ടിയും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അന്യൂട്ടി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഇത് എനിക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് കെട്ടണം. അപ്പോൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഒരു 1 crore rupees ചെലവുണ്ട്, 1 കോടി രൂപ ചെലവാണ്. പക്ഷെ എൻ്റെ കയ്യിൽ 1 കോടി രൂപ എടുക്കാനില്ല, പകരം എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് 50 lakh rupees ആണ്. അപ്പോൾ ഞാൻ ബാക്കി 50 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഒന്നെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുക്കും, ബാക്കി 50 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുക്കും. അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക, നമ്മുടെ ഇപ്പോൾ ഇതൊരു കോളേജ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തും, ആ പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളവർ. അപ്പോൾ എന്താണ്, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ലോൺ എടുക്കാന്ന് വിചാരിക്കും, 50 ലക്ഷം രൂപ, ബാക്കി 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ലോൺ എടുക്കും. അപ്പൊ ലോൺ എടുത്താൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിന് റീപേയ്മെന്റ് ചെയ്യണം. ആ റീപേയ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് അന്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ബിൽഡിങ്ങിന് വേണ്ടി എന്താണ് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റർക്ക് എന്താണ് ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മൾ തിരികെ കൊടുക്കണം. അപ്പൊ അതിന് ഒരു നിശ്ചിത എമൗണ്ട് ആണ് എല്ലാ വർഷവും നമ്മൾ റീപേ ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ അന്യൂട്ടി എന്ന് പറയുന്നത്. ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ഈ സെന്റൻസ് ഇതേ കണക്കാൻ ഓർത്തിരുന്നാൽ മതി, ഇങ്ങനെ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ദ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ക്ലിയർ ആണോ അന്യൂട്ടി? ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അന്യൂട്ടി ഉണ്ട്. നമ്മൾ ആ റീപേയ്മെന്റ് മെത്തേഡ് അനുസരിച്ച് അന്യൂട്ടിയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് അന്യൂട്ടി സർട്ടൺ. അന്യൂട്ടി സർട്ടൺ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം കേട്ടോ. നമുക്ക് ഓപ്ഷനകത്ത് ഈ 4 ടൈപ്പ് അന്യൂട്ടിയും തരും. അപ്പൊ അതിനകത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് ഓപ്ഷൻ സെലക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് അന്യൂട്ടി സർട്ടൺ. If the amount of annuity is paid for a definite number or period of years is known as annuity certain. The amount of annuity is paid for a definite number, period or year is known as an annuity certain. ഇപ്പോ എന്താണോ ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ 50 ലക്ഷം രൂപയാണ് എന്താണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. അപ്പൊ അതിന്റെ റീപേയ്മെന്റ് എന്താണ്, ലോൺ എടുക്കുമ്പോൾ അവർ പറയും ഇത്ര മാസത്തിനുള്ളിൽ ഇത് ഇത്ര മാസത്തിന് എന്താണ് EMI അവർ തരും. ഒരു മാസം ഇത്ര എമൗണ്ട് വെച്ചിട്ട് എന്താണ് ഒരു 84 months കൊണ്ട് ഇത് റീപേ ചെയ്യണമെന്ന് പറയും. അപ്പോൾ അതാണ് അന്യൂട്ടി സർട്ടൺ. ഒരു ഡെഫിനിറ്റ് പീരീഡ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സ് തരും ആ റീപേയ്മെന്റിന് വേണ്ടി. അതാണ് അന്യൂട്ടി സർട്ടൺ. ഇനി അന്യൂട്ടി ഡ്യൂ നോക്കിക്കേ. The amount of annuity is paid at the beginning of each period of year and the payment is continued for a definite period. Annuity due. ഒരു വർഷത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ റീപേയ്മെന്റ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് അന്യൂട്ടി ഈസ് പെയ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ് ഓഫ് ഇയർ. ഓരോ വർഷത്തിന്റെ ആരംഭത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ പേയ്മെന്റ് ചെയ്യുന്നത്. അതൊരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് ഇയേഴ്സിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഒരു 10 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്കായിരിക്കും നമ്മൾ ആ റീപേയ്മെന്റ് കൊടുക്കുന്നത്. അത് ഇയർലി ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു വർഷത്തിന്റെ ആരംഭത്തിലാണ് കൊടുക്കുന്നത്. അതാണ് അന്യൂട്ടി ഡ്യൂ എന്ന് പറയുന്നത്. അന്യൂട്ടി ഡ്യൂ. ഇനി പറയുന്നത് ഡിഫേർഡ് അന്യൂട്ടി എന്നാണ്. ഡിഫേർഡ് അന്യൂട്ടി.
ഡിഫേർഡ് അന്യൂറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദ പേയ്മെന്റ് ബിഗിൻസ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ്സ് ആഫ്റ്റർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇസ് നോൺ as ഡിഫേർഡ് അന്യൂറ്റി. ഇപ്പൊ നമ്മൾ എന്താണ് 1 കോടി രൂപയ്ക്കുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുവാണ്. ആ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അപ്പോഴും തന്നെ നമുക്ക് അവിടുന്ന് ലാഭമൊന്നും കിട്ടത്തില്ല. എന്താണ്? ഒരു കുറച്ച് വർഷം ആ പ്രോജക്റ്റ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? അതിനകത്ത് ഒരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോഴേ നമുക്ക് റീപേയ്മെന്റിനുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തുള്ളൂ. ആ കേസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡിഫേർഡ് അന്യൂറ്റി പറയും. ഡിഫേർഡ് അന്യൂറ്റി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് നമ്മൾ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഡിഫേർഡ് അന്യൂറ്റി. ഫ്യൂച്ചർ ഡേറ്റ്. The payment begins at some future date after a number of years is known as deferred annuity. ഒരു ഫ്യൂച്ചർ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഡിഫേർഡ് അന്യൂറ്റി എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ ആണ് പെർപെച്വൽ അന്യൂറ്റി. The amount of annuity continued for an indefinite period. എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്കുള്ള അന്യൂറ്റി ആണ് പെർപെച്വൽ അന്യൂറ്റി. ഇൻഡെഫിനിറ്റ് പീരീഡ് ആണ്, നമുക്ക് ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഒന്നുമില്ല, ഇൻഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ റീപേയ്മെന്റ് ചെയ്യണം. അതാണ് നമ്മൾ പറയുന്നത് പെർപെച്വൽ അന്യൂറ്റി. അപ്പൊ 4 ടൈപ്പ് അന്യൂറ്റി ആണുള്ളത്. ഫസ്റ്റ് വൺ അന്യൂറ്റി സർട്ടൺ, അന്യൂറ്റി ഡ്യൂ, തേർഡ് വൺ ഡിഫേർഡ് അന്യൂറ്റി, ആൻഡ് ഫോർത്ത് വൺ പെർപെച്വൽ അന്യൂറ്റി. 4 ടൈപ്പ് ഓഫ് അന്യൂറ്റീസ്. അത് ക്ലിയർ ആണോ? അന്യൂറ്റിയും 4 ടൈപ്പ് അന്യൂറ്റീസും. ഓക്കെ, ക്ലിയർ ആണ്. ഈ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് ആണ്. ക്യാപിറ്റൽ കോസ്റ്റ്, ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻക്ലൂഡിംഗ് ലാൻഡ് ഓർ ദ ഒറിജിനൽ ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ടു പൊസസ് എ പ്രോപ്പർട്ടി. നമ്മളൊരു എന്താണ് ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി ചെലവാക്കുന്ന മുഴുവൻ എമൗണ്ട്. ഇപ്പൊ ഞാൻ ഒരു വസ്തു വാങ്ങി വീട് വെച്ചു, അതിനുവേണ്ടി ഞാൻ എത്ര എമൗണ്ട് ചെലവാക്കിയോ ആ അത്രയും എമൗണ്ടിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്നുള്ളത്. ക്യാപിറ്റൽ കോസ്റ്റ്. ഈ നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് വെച്ചാൽ നോക്കിക്കേ, ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി, അതല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ആനുവൽ ഇൻകം ഇൻടു ഇയർ പർച്ചേസ്. Capitalized value is equal to net annual income into year purchase. So our definition of the amount of money whose annual interest at the highest prevailing rate of interest will be equal to net income from the property. It's the amount of money. For example, X എന്ന് പറഞ്ഞ amount of money whose annual interest at the highest prevailing rate of interest. അപ്പോൾ ഇത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതാണ് നെറ്റ് ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി. സോ ഇതിനകത്ത് ഈ ഇയർ പർച്ചേസ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഇയർ പർച്ചേസ്. ഇയർ പർച്ചേസ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു നെറ്റ് ആനുവൽ ഇൻകം ഇൻടു ഇയർ പർച്ചേസ്. നെറ്റ് ഇൻകം എന്ന് വെച്ചാൽ എന്തായിരുന്നു? നെറ്റ് ഇൻകം നമ്മൾ 2 ഇൻകം പഠിച്ചു, ഗ്രോസ് ഇൻകവും പറഞ്ഞു, നെറ്റ് ഇൻകവും പറഞ്ഞു. എന്തായിരുന്നു നെറ്റ് ഇൻകം? മറന്നുപോയോ? നെറ്റ് ഇൻകം ഗ്രോസ് ഇൻകത്തിന് ഔട്ട് ഗോയിങ്സ്. അപ്പൊ നെറ്റ് ആനുവൽ ഇൻകം ഇൻടു ഇയർ പർച്ചേസ്, അതാണ് ആ പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇയർ പർച്ചേസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സേവിങ് എമൗണ്ട് ഉണ്ടല്ലോ, ഇപ്പൊ പറയുന്ന നെറ്റ് ഇൻകം. ആ ഇൻകം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൊണ്ട് ബാങ്കിലോ എവിടെയെങ്കിലും എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് ഒരു പലിശ എമൗണ്ട് കിട്ടും. അതാണ് നമ്മൾ ആ പറയുന്നത്. ആ പലിശയുടെ ആ പലിശയാണ് നമ്മൾ ഇയർ പർച്ചേസ് ആയിട്ട് പറയുന്നത്. അതാണ്ട് ഇയർ പർച്ചേസ്. സോ ഇയർ പർച്ചേസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് അതിന്റെ ശരിക്കുള്ള ഇക്വേഷൻ. ഇയർ പർച്ചേസ് ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് ആ നെറ്റ് ഇൻകം നമ്മളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പലിശ. അത് നമ്മൾ എന്താണ് ഈ സ്മോൾ ഐ എന്ന് പറയുന്നത് ഡെസിമൽസിൽ ഡിനോട്ട് ചെയ്യുകയാണ് സ്മോൾ ഐ എന്ന് പറയുന്നത്. 1 ഡിവൈഡഡ് ബൈ ഐ. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഇപ്പൊ 5% ആണ് നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എങ്കിൽ ഇയർ പർച്ചേസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 5, അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 0.05 ഇസ് ഈക്വൽ ടു 20. അതാണ് നമ്മുടെ ഇയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇയർ പർച്ചേസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
ഇനി ഇതാണ്ട് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് പഠിക്കണം. ബിക്കോസ് നമുക്ക് ഇക്വേഷൻസ് എന്താണ് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇയർ പർച്ചേസിന് നമുക്ക് ഫസ്റ്റ് പറഞ്ഞ ഇക്വേഷൻ ഇതാണ്, 1 ഡിവൈഡഡ് ബൈ ഐ. എന്ന് വെച്ചാൽ നമുക്ക് ആകെപ്പാടെ നെറ്റ് ഇൻകം മാത്രമേ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. ആ നെറ്റ് ഇൻകത്തിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് സ്മോൾ ഐ എന്ന് പറയുന്നത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഐ അല്ലെങ്കിൽ 100 ബൈ ഐ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സിങ്കിങ് ഫണ്ട് സിങ്കിങ് ഫണ്ട് ഓരോ വർഷവും കരുതി വെക്കുന്ന പൈസ. അതെ, അതെന്ത് ചെയ്യും? അത് ബാങ്കിൽ, അത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ അതിന് എന്ത് കിട്ടും? ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. അപ്പോ സിങ്കിങ് ഫണ്ടും അതേ കണക്ക് തന്നെ ഗ്രോസ് ഇൻകവും, അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ ഇതായിരിക്കും, 1 ഡിവൈഡഡ് ബൈ ഐ പ്ലസ് എസ്, അല്ലെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഐ പി പ്ലസ് ഐ സി. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഇക്വേഷൻസ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വേർ ഐ പി ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ഡെസിമൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ഡെസിമൽ, ഐ സി കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ പഠിക്കണം. ഈ ഇക്വേഷൻ PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ 1 plus i the whole raised to n minus 1, where I is the rate of interest on sinking fund in decimal. I is the rate of interest on sinking fund in decimals. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കുക. ഇയർ പർച്ചേസ്, അപ്പോൾ ഇയർ പർച്ചേസിന് രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്. ഒന്ന് 1 ഡിവൈഡഡ് ബൈ ഐ, അവിടെ എന്താണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? നെറ്റ് ഇൻകം മാത്രമേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, സിങ്കിങ് ഫണ്ട് നെറ്റ് ഇൻകവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന പലിശയെ വെച്ചിട്ടാണ് നമ്മൾ ഇയർ പർച്ചേസ് പറയുന്നത്. 1 ഡിവൈഡഡ് ബൈ ഐ പി പ്ലസ് ഐ സി അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ ഐ പ്ലസ് എസ്. ഈ ഐ സി എന്ന് പറയുമ്പോൾ ഐ ഡിവൈഡഡ് ബൈ 1 plus i the whole raised to n minus 1, where I is the rate of interest on sinking fund in decimals. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഇനി നമുക്ക് സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർഡ്, അപ്പോൾ ആനുവൽ ഓരോ വർഷവും നമ്മൾ എത്ര എമൗണ്ട് ആണ് മാറ്റി വെക്കേണ്ടത്, അതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഐ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഐ സി. ഐ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഐ സി, വേർ ഐ എന്ന് പറഞ്ഞാൽ ആനുവൽ ഇൻവെസ്റ്റ്മെന്റ്, ഓരോ വർഷവും നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് എത്രയാണ്. ഇനി ഐ സി എന്ന് വെച്ചാൽ കോയിഫിഷ്യന്റ് ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട്. ആ കോയിഫിഷ്യന്റ് ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് ആനുവൽ സിങ്കിങ് ഫണ്ട്, ഐ ഡിവൈഡഡ് ബൈ 1 plus i the whole raised to n minus 1. ഐ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻ ഡെസിമൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട്. ഇനി അതിനകത്ത് സ്മോൾ എൻ എന്ന് പറയുന്ന സാധനം ബിൽഡിങ്ങിന്റെ ലൈഫാണ്. സ്മോൾ എൻ എന്ന് പറയുന്നത് ബിൽഡിങ്ങിന്റെ ലൈഫാണ് സ്മോൾ എൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്, എസ് എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. ഇനി നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടുമെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് എന്ത് വരും? ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ആണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ നമുക്ക് 20 ലക്ഷം രൂപയാണ് എന്താണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ്. അപ്പോ ഇതിനകത്തുനിന്ന് സ്ക്രാപ്പ് വാല്യൂ എത്ര കിട്ടും? 10% കിട്ടും. അപ്പൊ 2 ലക്ഷം രൂപ കുറയ്ക്കും. അപ്പൊ എന്തായി? 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപയാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട് ആയിട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ 3 ടേംസും? മനസ്സിലായി. അപ്പോൾ ഈ ഇക്വേഷൻ ചോദിക്കും. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് എപ്പോഴും എക്സാമിന് കണ്ടു, പഴയ PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാതെ. ഞാൻ നിങ്ങൾക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു തന്നല്ലേ, അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കിയായിരുന്നോ? കണ്ടിരുന്നു. അതിനകത്ത് ഓൺലൈൻ സിവിലിന്റെ ഓൺലൈൻ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഞാൻ ഒറ്റ ഫയലായിട്ട് ഇട്ടിരുന്നത്, മെർജ് ചെയ്തിട്ട്. അതിനകത്തൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ആനുവൽ ഇൻവെസ്റ്റ്മെന്റ്, ഇവിടെ ഐ സിയുടെ
എടുത്ത ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ ആണ് I ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ദ ഹോൾ പവർ n മൈനസ് 1. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിക്കണം. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇതേ കണക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എക്സാമിന് ഈ ടൈപ്പിങ്ങിനകത്തൊക്കെ 1 പ്ലസ് I റേസ് ടു n കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തിട്ട് n ഒക്കെ കൊടുത്തിരുന്നത്. 1 പ്ലസ് I റേസ് ടു n ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. 1 പ്ലസ് I പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തിട്ടാണ് റേസ് ടു n അങ്ങ് കൊടുത്തിരുന്നത്. ആനുവൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു ടേം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡിപ്രീസിയേഷൻ നമുക്ക് ലാൻഡിന് വരത്തില്ല, ലാൻഡിന് ഡിപ്രീസിയേഷൻ ഉണ്ടാകത്തില്ല. ഡിപ്രീസിയേഷൻ വരുന്ന എപ്പോഴാണ്? ബിൽഡിങ്ങിനാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. എന്താണ്? ഏജ് കൂടുന്തോറും ബിൽഡിങ്ങിന്റെ ബിൽഡിങ്ങിനകത്ത് എന്താണ് പല ഡിഫക്ട്സും വരും, പല മെയിൻ്റനൻസും ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ബിൽഡിങ്ങിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്യൂ ടു യൂസ്, ലൈഫ്, വിയർ ആൻഡ് ടിയർ, ഡീകേ ആൻഡ് ഒബ്സലസൻസ്. ഈ ഒബ്സലസൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഒബ്സലസൻസ്. അപ്പോൾ ഒബ്സലസൻസ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ ഷേപ്പ്. ഇപ്പൊ നമുക്കറിയാം 20 വർഷം മുന്നേ വെച്ച വീടുകളുടെ അതേ സ്ട്രക്ചർ ആണോ ഇപ്പൊ പുതിയതായിട്ട് കെട്ടുന്ന വീടുകൾക്ക്? വ്യൂ തന്നെ മാറിയിട്ടില്ലേ? കൺസ്ട്രക്ഷൻ രീതി മാറി, ബിൽഡിങ്ങിന്റെ ലുക്ക് മാറി, അങ്ങനെ എല്ലാം വ്യത്യാസം വന്നില്ലേ? അപ്പൊ അതിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്? ചേഞ്ച് ഇൻ ഫാഷൻ, അതിനെയാണ് ഒബ്സലസൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒബ്സലസൻസ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോക്കിക്കോളാം. ഒബ്സലസൻസ് എന്ന് പറയുമ്പോൾ ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഓർ സ്ട്രക്ചർ ബിക്കം ലെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ, ഡിസൈൻ, inadequacy to present or growing needs. ഈ ഒബ്സലസൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ഒബ്സലസൻസും എക്സ്റ്റേണൽ ഒബ്സലസൻസും. അതെനിക്ക് തോന്നുന്നു ചോദിച്ചായിരുന്നു, ഒരു ഓപ്ഷൻ തന്നിട്ട് ഇതിനകത്ത് ഇന്റേണൽ ഒബ്സലസൻസ് ഏതാണെന്ന് ചോദിച്ചു. ഇന്റേണൽ ഒബ്സലസൻസ് ഇത്രയേ ഉള്ളൂ: ചേഞ്ച് ഇൻ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ, ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി, ഡിമാൻഡ്, എക്സെട്ര. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്റേണൽ ഒബ്സലസൻസ് എന്ന് വെച്ചാൽ. ഇപ്പൊ നമ്മൾ ഒരു സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ആ സ്കൂൾ ബിൽഡിങ്ങിലെ ക്ലാസ് റൂംസ് എന്ന് വെച്ചാൽ 30 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ക്ലാസ് റൂമും അന്ന് ഡിസൈൻ ചെയ്തത്. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു 40 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. പക്ഷെ 30 സ്റ്റുഡൻസിന്റെ സിറ്റിംഗ് കപ്പാസിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്ത ക്ലാസ് റൂമിൽ 40 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ബിൽഡിങ്ങിൽ എന്താണ് ആ ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വരുന്ന ഇതാണ് ഇന്റേണൽ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഇന്റേണൽ ഒബ്സലസൻസ്. ഈ എക്സ്റ്റേണൽ ഒബ്സലസൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സെയിം സ്കൂൾ ബിൽഡിംഗ്, അപ്പൊ ആ സ്കൂൾ ബിൽഡിങ്ങിന്റെ അടുത്ത് പുതിയതായിട്ട് ഒരു ഫാക്ടറി ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ ആ സ്കൂൾ ബിൽഡിങ്ങിന്റെ അടുത്ത് പുതിയതായിട്ട് ഒരു നാഷണൽ ഹൈവേ പ്രോജക്ട് അല്ലെങ്കിൽ ഒരു പുതിയ റെയിൽവേ ലൈനിന്റെ അലൈൻമെന്റ് വന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്താണ്? ഭയങ്കര നോയ്സി അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ് വരുന്നതെങ്കിൽ ഒരുപാട് സ്മോക്ക് ഡസ്റ്റും ഒക്കെ വരും. അപ്പൊ എന്താണ്? അതൊരു എക്സ്റ്റേണൽ ഒബ്സലസൻസ് ആണ്. എക്സ്റ്റേണൽ ആയിട്ട് എന്താണ് ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഒരു സ്കൂളിന് വേണ്ടതായിട്ടുള്ള എന്താണ് ഒരു സേഫ് അറ്റ്മോസ്ഫിയർ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എക്സ്റ്റേണൽ ഒബ്സലസൻസ്. ഇനി ഞാൻ ഈ പോയിന്റ് വിട്ടുപോയിരുന്നു. ടൈപ്സ് ഓഫ് ഡിപ്രീസിയേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ആയിരുന്നു: ഫിസിക്കൽ ഡിപ്രീസിയേഷനും ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ. അപ്പൊ അതിനകത്ത് ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഒബ്സലസൻസ് എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഡിപ്രീസിയേഷനകത്താണ് നമ്മൾ ഒബ്സലസൻസ് പറയുന്നത്. ഈ ഫിസിക്കൽ ഡിപ്രീസിയേഷൻ വെച്ചാൽ വിയർ, ടിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ഡിപ്രീസിയേഷൻ. അതായത് നമ്മുടെ പ്ലാസ്റ്ററിംഗ് ഒക്കെ ഇളകി പോകുക, പിന്നെ ക്രാക്ക് ഒക്കെ ഉണ്ടാകുക, റൂഫിനകത്ത് ക്രാക്ക് വരിക, റൂഫ് ലീക്കേജ് വരിക, അതൊക്കെയാണ് നമ്മുടെ ബിൽഡിങ്ങിനകത്ത് വരുന്ന ഫിസിക്കൽ ഡിപ്രീസിയേഷൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡിപ്രീസിയേഷൻ, ഫങ്ഷണൽ ഡിപ്രീസിയേഷൻ ആൻഡ് ഒബ്സലസൻസ്. ഇനി ഇതാണ്ടേ ഇതിനകത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് സംഭവമാണ് മെത്തേഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. നമുക്കൊരു ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ എങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അതിനകത്ത് നമുക്ക് 4 മെത്തേഡ്സ് ആണുള്ളത്. അത് ഫസ്റ്റ് മെത്തേഡ് ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. തേർഡ് വൺ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ആൻഡ് ഫോർത്ത് വൺ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. അപ്പൊ 4 മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ് ആ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ. ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് തന്നെ എടുക്കാം. നമുക്ക് 20 ലക്ഷം രൂപയുടെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഈ ബിൽഡിങ്ങിന് ഇതിപ്പോ 2015 ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ 2016 ആയപ്പോൾ ഈ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്താണ്? 1 ലക്ഷം രൂപ കുറയും. അപ്പൊ 19 ലക്ഷമായി ബിൽഡിങ്ങിന്റെ 2016 വാല്യൂ.
വീണ്ടും 2017 വന്നപ്പോൾ ഈ ബിൽഡിങ്ങിന് വീണ്ടും 1 ലക്ഷം രൂപ കുറഞ്ഞു. അപ്പൊ 18 lakh rupees ആയി ഇതിന്റെ വാല്യൂ. അങ്ങനെ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് ആണ് എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റന്റ് എമൗണ്ട് എല്ലാ വർഷവും ആ ബിൽഡിങ്ങിന്റെ വാല്യൂന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ ഡിപ്രീസിയേഷൻ, അതായത് ഓരോ വർഷവും എത്ര എമൗണ്ട് ആണ് ഡിപ്രീസിയേറ്റഡ് ആകുന്നത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് ഈ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ആനുവൽ ഡിപ്രീസിയേഷൻ ഇക്വേഷൻ പഠിക്കണം, ഇക്വേഷൻ ചോദിക്കും PSCക്ക്. അപ്പൊ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു C minus SC divided by N, where C is the original cost, ബിൽഡിങ്ങിന്റെ ഒറിജിനൽ കോസ്റ്റ്, അതായത് നമ്മുടെ ബിൽഡിങ്ങിന്റെ 20 ലക്ഷം രൂപ. SCC എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എത്ര ആയിരിക്കും നാം എടുക്കേണ്ടത്? 10% ഓഫ് ബിൽഡിംഗ് കോസ്റ്റ്. അപ്പോൾ മൈനസ് സ്ക്രാപ്പ് വാല്യൂ N ലൈഫ് ഇൻ ഇയേഴ്സ്. ലൈഫ് ഇൻ ഇയേഴ്സ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ലൈഫ് എത്ര ആയിരുന്നു പറഞ്ഞു? 20 ലക്ഷം. 20 വർഷമാണ് ലൈഫ് പറഞ്ഞത്. അപ്പോൾ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു C എന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഇൻ ഇയേഴ്സ്. ലൈഫ് ഇൻ ഇയേഴ്സ്. അപ്പൊ നമുക്ക് ഓരോ വർഷവും ഡിപ്രീസിയേറ്റഡ് ആകുന്ന എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഡിപ്രീസിയേറ്റഡ് വാല്യൂ കിട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെ കിട്ടും? നമുക്ക് ഓരോ വർഷത്തെയും ഡിപ്രീസിയേറ്റഡ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യുക, എത്ര വർഷത്തെയാണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ N ആണ് നമുക്ക് ആ ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ N ഇയേഴ്സ്. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഇൻ N ഇയേഴ്സ്. ഇനി ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് ആഫ്റ്റർ N ഇയേഴ്സ് കണ്ടുപിടിക്കാൻ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേറ്റഡ് കോസ്റ്റ് C മൈനസ് D ഇൻറ്റു N. അപ്പോ ഇക്വേഷൻ ക്ലിയർ ആയോ? നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. D is equal to C minus SC divided by N. എന്നുവെച്ചാൽ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ആകുന്ന എമൗണ്ട് എത്രയാണ് എന്നാണ് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണ് സർ. അഞ്ജു? ഓക്കെയാണ്. ഈ നെക്സ്റ്റ് പറയുന്നതാണ് കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ കഴിഞ്ഞ മെത്തേഡിന് ഈ മെത്തേഡിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ മെത്തേഡിൽ എന്തായിരുന്നു, നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് ആണ് എല്ലാ വർഷവും കുറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷെ ഈ മെത്തേഡിൽ നമുക്ക് ഫിക്സഡ് എമൗണ്ട് അല്ല, ഒരു പെർസെന്റേജ് ആണ് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഒറിജിനൽ കോസ്റ്റിന്റെ 5% ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഈ പറയുന്നത് കോൺസ്റ്റന്റ് പെർസെന്റേജ് മെത്തേഡ് ഓർ ഡിക്ലൈനിങ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ ഇവിടെ അതിന്റെ ഇക്വേഷൻ നോക്കി, ദ വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ആഫ്റ്റർ N ഇയേഴ്സ് എന്ന് വെച്ചാൽ പറയുമ്പോൾ 20 വർഷമാണ് ബിൽഡിങ്ങിന്റെ ലൈഫ്. നമുക്കൊരു 5 വർഷം കഴിയുമ്പോൾ പ്രോപ്പർട്ടി വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് N എന്ന് പറയുന്നത്. where C is the original cost into 1 minus P the whole raised to N. P എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ. പെർസെന്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ. അപ്പോ എത്ര പെർസെന്റേജ് വെച്ചിട്ടാണ് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സോ എന്താണ് ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പെർസെന്റേജ് റേറ്റ് ഓഫ് ആനുവൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത ഇക്വേഷൻ P is equal to 1 divided by SC divided by C. SC എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ, C എന്ന് വെച്ചാൽ എന്തായിരുന്നു, ക്യാപിറ്റൽ C എന്ന് വെച്ചാൽ ഒറിജിനൽ കോസ്റ്റ്, N എന്ന് വെച്ചാൽ ബിൽഡിങ്ങിന്റെ ലൈഫ്. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ വർഷവും എത്ര പെർസെന്റേജ് ഓഫ് എമൗണ്ട് ആണ് കുറയുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓരോ വർഷവും ഇത്ര പെർസെന്റേജ് വെച്ചിട്ടാണ് എന്താണ് ബിൽഡിങ്ങിന്റെ വാല്യൂ കുറയുന്നത്. SC is the scrap value, C original cost, N എന്ന് പറയുന്നത് ലൈഫ്, ബിൽഡിങ്ങിന്റെ ലൈഫ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷൻ വാല്യൂ ആഫ്റ്റർ N ഇയേഴ്സ് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V is equal to C into 1 minus P the whole raised to N. Okay, constant percentage method. Clear ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സിങ്കിങ് ഫണ്ട് വെച്ചിട്ടാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഡിപ്രീസിയേഷൻ ഈസ് അസ്യൂംഡ് ടു ബി ആനുവൽ സിങ്കിങ് ഫണ്ട് പ്ലസ് ദ ഇൻട്രസ്റ്റ് അക്യുമുലേറ്റഡ് സിങ്കിങ് ഫണ്ട് ടിൽ ദാറ്റ് ഇയർ. അപ്പൊ നമ്മൾ സിങ്കിങ് ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പറയുന്നത്. Depreciation is assumed to be annual sinking fund plus interest accumulated
sinking fund, interest of the accumulated sinking fund till that year. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇതാണ്ടേ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സി ഇൻറ്റു എക്സ് വൈ പെർസെൻറ്റേജ്. അതിനകത്ത് എക്സും വൈയും എന്താണെന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്നത് ആനുവൽ സിങ്കിങ് ഫണ്ട് ടു ബി പ്രൊവൈഡഡ് ഫോർ ₹1 in n years. So x is equal to I divided by 1 plus I the whole raised to n minus 1. അപ്പോൾ x ന്റെ വാല്യൂ, x ന്റെ ഇക്വേഷൻ ഇതാണ്. I എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഡെസിമൽ, n എന്ന് വെച്ചാൽ ലൈഫ് ഇൻ ഇയേഴ്സ്. ഇനി y എന്ന് വെച്ചാൽ an amount of ₹1 per annum in n years. y യുടെ ഇക്വേഷൻ 1 plus I the whole raised to n minus 1 by I. ഇവിടെ ക്യാപിറ്റൽ n എന്ന് വെച്ചാൽ an amount of ₹1 per annum in n years. ഇപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ₹1 ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ പറയുന്നത് an amount of ₹1 per annum in n years. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് അക്യുമുലേറ്റഡ് ടിൽ ദാറ്റ് ഇയർ ആണ് അതിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് വർഷത്തിന്റെ ആണോ നമുക്ക് ഡിപ്രീസിയേറ്റഡ് വാല്യൂ അറിയേണ്ടത്, അതുവരെ നമ്മളെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത സിങ്കിങ് ഫണ്ടും അതിന് കിട്ടിയ പലിശയുമാണ് എന്താണ് ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, സെക്കൻഡ് വൺ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, തേർഡ് വൺ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്, വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്, ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടിയുടെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്തിനാണ് എടുക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഫസ്റ്റ് വാല്യൂ ആണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ നെറ്റ് ഇൻകം ബൈ ദ വേ ഓഫ് റെന്റ് ഈസ് ഫൗണ്ട് ഔട്ട് ബൈ ഡിഡക്ടിങ് ഓൾ ഔട്ട് ഗോയിങ്സ് ഫ്രം ദ ഗ്രോസ് റെന്റ്. The net rent is multiplied by year purchase will give the capitalized value of the property. ഇത്രയേ ഉള്ളൂ. പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്, അതായത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന നെറ്റ് റെന്റ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം ഇൻറ്റു ഇയർ പർച്ചേസ്, അതാണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത്. നെറ്റ് റെന്റ് കിട്ടാൻ എന്താണ് ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ഈക്വൽ ടു നെറ്റ് റെന്റ് ഇൻറ്റു ഇയർ പർച്ചേസ്. ഇതാണ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്ത് പ്രോപ്പർട്ടിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഈ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഇപ്പോൾ ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് വിചാരിക്കുക. ഈ പ്രോപ്പർട്ടി നമുക്ക് വിൽക്കണം. അപ്പൊ ഈ പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് ഇൻകം ഒന്നും കിട്ടുന്നില്ല. അപ്പൊ കഴിഞ്ഞ പ്രോപ്പർട്ടിയുടെ വാല്യൂ എങ്ങനെ കിട്ടിയത്? ആ പ്രോപ്പർട്ടി നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു ഇൻകം കിട്ടുന്നുണ്ട്. ആ ഇൻകത്തിനകത്ത് എന്തുണ്ട്? അതിനകത്തുനിന്നുള്ള നെറ്റ് ഇൻകം വെച്ചിട്ടാണ് നമ്മൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ വെറുതെ ഒരു പ്ലോട്ട് കിടക്കുവാണ്. വെറുതെ കിടക്കുന്ന പ്ലോട്ടിന്റെ ആണ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലോട്ട് എ ആണ്. ഈ പ്ലോട്ടിനകത്ത് എനിക്ക് റവന്യൂ ഒന്നും കിട്ടുന്നില്ല, വെറുതെ കുറച്ച് സ്ഥലം കിടപ്പുണ്ട്. ആ പ്ലോട്ടിന് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്റെ പ്ലോട്ട് എ ആണ്. ഇതിനടുത്ത് ബി എന്ന് പറഞ്ഞൊരു പ്ലോട്ട്, പേര് വെറുതെ കൊടുക്കണം, ബി എന്ന് പറഞ്ഞൊരു പ്ലോട്ട്. ഈ പ്ലോട്ട് ആണെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ വിറ്റു. അപ്പൊ ഈ പ്ലോട്ടിന് എന്ത് കിട്ടി? വിൽക്കുമ്പോൾ എന്താണ്, നമുക്ക് ആ പ്ലോട്ടിന്റെ വാല്യൂ മനസ്സിലായി. അപ്പൊ ഈ പ്ലോട്ട് വിറ്റപ്പോൾ നമുക്ക് സെന്റിന് ഒരു ₹1,00,000 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എ എന്താണ്, ബിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു പ്ലോട്ട് ആയതുകൊണ്ട് എക്കും എന്ത് കിട്ടും? ₹1,00,000 തന്നെ, അല്ലെങ്കിൽ 1,00,000 അടുപ്പിച്ച് എന്തുണ്ടാവും? സെന്റിന് വാല്യൂ ഉണ്ടാവും. അതാണ് ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. In this method, value of the property is estimated by direct comparison with capitalized value of the few adjoining properties. മനസ്സിലായോ? റെന്റൽ മെത്തേഡും ഡയറക്റ്റ് കമ്പാരിസൺ മെത്തേഡും മനസ്സിലായി.
ഇവിടെ നമ്മൾ ചെയ്യുന്നത് പ്രോപ്പർട്ടിയുടെ പ്രോഫിറ്റ് ആണ് നമ്മുടെ എന്താണ് നമ്മുടെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ട്, അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോപ്പർട്ടിയുടെ വാല്യൂ പറയുന്നത്. The net profit is calculated and multiplied by year purchase to determine the capitalized value. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്ലോട്ടിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും റവന്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ അവിടുന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഇൻറ്റു ഇയർ പർച്ചേസ്, അതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്. അപ്പോൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്ലോട്ട് ഇപ്പോൾ എൻ്റെ ഒരു 30 സെന്റ് വസ്തു, ആ 30 സെന്റ് വസ്തുവിൽ ഞാനൊരു 2 നില വീട് വെച്ചു. അപ്പോൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ 30 സെന്റ് വസ്തു വാങ്ങാനും ഈ 2 നില വീട് കെട്ടാനും വേണ്ടി ഞാൻ എത്ര രൂപ ചെലവാക്കി, അതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. The actual cost incurred in constructing the building or in possessing the property, അതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് ഏതാ, വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് ആണോ? അതൊന്നുകൂടെ പറയൂ. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് അല്ലേ? അതെ അതെ. ആ, ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു 30 സെന്റ് വസ്തു ഉണ്ട്. ഈ 30 സെന്റ് വസ്തു വാങ്ങാൻ എനിക്ക് കുറച്ച് എമൗണ്ട് ചിലവായി കാണുമല്ലോ. 30 സെന്റ് വസ്തു വാങ്ങിക്കാൻ ഒരു സെന്റിന് 30 ലക്ഷം രൂപ, അല്ല ഒരു സെന്റിന് 1 ലക്ഷം രൂപ. അങ്ങനെ 30 into 1 lakh. അപ്പോൾ 30 lakh rupees ആണ് എന്ത് ചെയ്തത്, ആ വസ്തു മേടിക്കാനായിട്ട് ചെലവായത്. ഞാൻ ഇനി ഇവിടെ ഒരു 2 നില വീട് വെച്ചു. 2 നില വീട് വെക്കാനായിട്ട് എനിക്കൊരു 20 ലക്ഷം രൂപ ചെലവായി. അപ്പൊ ടോട്ടൽ എത്ര ലക്ഷം രൂപ ചെലവായി? 50 ലക്ഷം രൂപ ചെലവായി. അപ്പൊ ആ പ്ലോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണ്. അതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻസ്. അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഏരിയ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒരു ഏക്കർ വസ്തു ഉണ്ട്. ഇപ്പം 1 ഏക്കർ വസ്തു ഒന്നും പെട്ടെന്ന് ആൾക്കാരൊന്നും വന്ന് വാങ്ങിക്കൊണ്ട് പോകില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ ഈ 1 ഏക്കർ വസ്തുവിനെ നമ്മൾ ചെറിയ പ്ലോട്ടുകളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ചെറിയ പ്ലോട്ടുകൾ ഓരോ പാർട്ടിക്കായിട്ട് വിൽക്കും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അല്ലെങ്കിൽ ആ 1 ഏക്കറിൽ നമ്മൾ എന്താണ്, കോളനീസ് പോലെ അടുത്തടുത്ത് വീടുകളും അവിടെ ഒരു പാർക്കും അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ആ ഓരോ പ്ലോട്ട്, ആ ഓരോ വീടുകൾ നമുക്ക് വിൽക്കും. അപ്പൊ അങ്ങനെ ഒരു കേസാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ആ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റും, 2 ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റും ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. നമ്മൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷെ ആ പ്രൊസീജിയർ ഫുൾ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട, പക്ഷെ സ്റ്റെപ്പിലുള്ള കുറച്ച് പോയിന്റ്സ് ഓർത്തിരിക്കണം. നമുക്ക് ആ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ചിലപ്പോൾ അത് ചോദിക്കാം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വെക്കാം. ഇതെല്ലാം കൂടി പെട്ടെന്ന് തലയിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് വാല്യുവേഷൻ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, പിന്നെ അത് കഴിഞ്ഞ് റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, പിന്നെ അതിനകത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പഠിക്കാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എസ്റ്റിമേറ്റിനകത്ത് അനാലിസിസ് ഓഫ് റേറ്റ്സിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വെക്കാതെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോർഷൻസ് മനസ്സിലാകാതെ വന്നതോ, ഏതെങ്കിലും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ക്ലാസ് മനസ്സിലായി. പിന്നെ ബാക്കോട്ടുള്ള കുറെ നമ്മൾ മറന്നുപോണ്ട്. അതൊന്നുകൂടി നോക്കട്ടെ, ക്ലാസ് കേട്ട് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അത് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ അത് അവസാനം ചെയ്യിക്കാൻ വിചാരിച്ചു. അപ്പോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇനി കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. നമുക്ക് 1.5 hours വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു.